റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NICക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുന്നുവെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കുന്നതാണ് എന്നും അദ്ദേഹം അറിയിച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. പോസ്റ്റ് സെർവർ തകരാറിനെ തുടർന്ന് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് സംസ്ഥാന വ്യാപകമായി മുടങ്ങിയിരുന്നു. മസ്റ്ററിംഗിനായി 3 ദിവസം റേഷൻ വിതരണം നിർത്തിവെച്ച ആദ്യ ദിവസം തന്നെ നടപടികൾ താറുമാറായത് ജനങ്ങളെ വലച്ചു. സംസ്ഥാന IT മിഷന്റെ സെർവറിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. തകരാർ ഏറെക്കുറെ പരിഹരിച്ചെന്നും മഞ്ഞക്കാർഡുകാർക്ക് ഇന്നും നാളെയും മസ്റ്ററിംഗ് തുടരുമെന്നും മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നലെ 1,82,116 മുൻഗണനാ കാർഡ് അംഗങ്ങൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയായത്. മസ്റ്ററിംഗ്, റേഷൻ വിതരണം എന്നിവ സംബന്ധിച്ച തുടർ നിർദ്ദേശം ഞായറാഴ്ച ഉണ്ടാകും. ഇന്നലെ രാവിലെ 8-ന് ആരംഭിക്കേണ്ട മസ്റ്ററിംഗിനായി വളരെ മുൻപ് തന്നെ പ്രായമായവരടക്കം റേഷൻ കടകളിൽ എത്തിയിരുന്നു. മണിക്കൂറുകളോളം കാത്തിരുന്നിവർ വലഞ്ഞിരുന്നു. ചില സ്ഥലങ്ങളിൽ 11 മണിയായിട്ടും വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് നടത്താനായത്. മഞ്ഞക്കാർഡിലെ അംഗങ്ങൾക്ക് മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാകൂ എന്ന അറിയിപ്പ് എത്തിയത് രാവിലെ 9:30-ക്കായിരുന്നു. ഇത് പലയിടത്തും പ്രതിഷേധത്തിനിടയാക്കി. പലരും തിരികെ പോകാൻ കൂട്ടാക്കിയിരുന്നുമില്ല. ഇതൊക്കെയാണ് സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിക്കും വരെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുവാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.